വൈഫിൻ്റെ ഒരു കൊളീഗാണ് നമുക്ക് കോർട്ടിയസിനെ റെഫർ ചെയ്തത്. പിന്നെ അവരുടെ വർക്കൊക്കെ നോക്കി കണ്ടു, ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് നമ്മൾ അവരുമായിട്ട് ഒരു മീറ്റപ്പ് വരുന്നത്. കുറച്ച് ഒരു മോഡേൺ വീട് വേണമെന്ന് തന്നെയായിരുന്നു. പുള്ളിക്കാരിക്ക് അടുക്കളയായിരുന്നു പ്രധാനം. അപ്പം പുള്ളിക്കാരിക്ക് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം പുള്ളിക്കാരി നോക്കുമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നമ്മളിപ്പം കുറേ വീടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നമുക്കും അത് കൊണ്ടുവരണം ഒരാഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് ഞാൻ നോക്കി, പുള്ളിക്കാരുടെ കൺസെപ്റ്റ് അനുസരിച്ച് പുള്ളിക്കാരിയും കുറച്ച് സജഷൻസ് പറഞ്ഞു, കോർട്ടിയസിനോട് പറഞ്ഞു. കുറേ ഡിസ്കഷൻസ് നടന്നു, നമ്മൾ ഐഡിയാസൊക്കെ പറഞ്ഞു. പിന്നെ അവരും അവരുടെ ഐഡിയാസ് പറഞ്ഞു. അങ്ങനെ വന്നതാണ് ഇത്. ഒരു വീട് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഫുള്ളി കണക്റ്റഡ് ആയിരിക്കണമെന്ന് തോന്നി. 5 സെൻറ്റിൽ വെക്കുന്ന 2 നിലയാണെങ്കിൽ പോലും അതിനകത്ത് ഫുള്ളി കണക്റ്റഡ്, അത് ഓരോ മുറി താഴെ നിന്ന് വിളിച്ചാൽ മേളിൽ കേൾക്കണം. അങ്ങനെ ഫുള്ളി കണക്റ്റഡ് ആയിട്ടൊരു വീട്, അങ്ങനെ ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഹസ്ബൻഡ് ഓഫീസ് റൂമിലിരുന്ന് വർക്ക് ചെയ്യുവാണെങ്കിലും ഞാനിപ്പോൾ കിച്ചണിൽ കുക്ക് ചെയ്യുവാണെങ്കിലും ഒരു ബോണ്ടിങ് ഉണ്ട്. നമ്മൾ മാറി നിൽക്കുന്നു എന്നുള്ളൊരു ഫീലില്ല. എല്ലാവരും ഒരുമിച്ച് എന്നുള്ളൊരു രീതിയെ വരുന്നുള്ളൂ ഇവിടെ. ആദ്യം വേറൊരു ഐഡിയ ആയിരുന്നു, പിന്നെ അത് മാറ്റി കുറച്ച് കൺസെപ്റ്റൊക്കെ വന്നപ്പം കിട്ടിയതാണ് ഈ ഐഡിയ. സെറ്റിയാണ് നമ്മൾ ഫസ്റ്റ് പോയി സെലക്ട് ചെയ്യുന്നത്. അതിനനുസരിച്ച് കണക്ട് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ കേർട്ടനും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം പോയി സെലക്ട് ചെയ്യുമായിരുന്നു. കോർട്ടിയസിൻ്റെ നല്ലൊരു സപ്പോർട്ടും കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. നാച്ചുറൽ ലൈറ്റിംഗ് നല്ലപോലെ വേണമെന്നുണ്ടായിരുന്നു. അത് കാരണം നമ്മൾ മാക്സിമം ഓപ്പണിങ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. മേളിൽ പർഗോളാസ്, പിന്നെ സ്റ്റെപ്സിൻ്റെ അവിടെയും പർഗോളാസ്, പിന്നെ വെർട്ടിക്കൽ പർഗോളാസ് ഉണ്ടായിരുന്നു. ഈ സൈഡിൽ കാണുന്ന പർഗോളാസ് ക്യൂബ്സ് ആയിട്ട് വെച്ചിരിക്കുന്ന പർഗോളാസ് നമ്മൾ ലൈറ്റിംഗ് കൂടുതൽ കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരണമെന്നൊരാഗ്രഹം തോന്നി. ഡെയിലി സൂപ്പർവിഷൻസ് ഉണ്ടായിരുന്നു. ഡെയിലി വരേണ്ട കാര്യം ഇല്ലെങ്കിൽ പോലും നമ്മൾ വരുമ്പോഴും ആളെ സൂപ്പർവൈസർ ഇവിടെ കാണും. പുള്ളിക്കാരനോട് സംസാരിക്കുക, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തിരുത്താനുള്ള ആ ഒരു അവസരവും കൂടെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു റെഫറൽ വഴി വന്നതാണ്. ഇപ്പം ശരിക്കും അവർ ഓരോരുത്തരും ഒരു ഫാമിലി പോലെ ആയി. ശരിക്കും പറഞ്ഞാൽ ഓരോ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അവർ വളരെയധികം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ കറക്റ്റായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്.